അപ്പോൾ പാർട്ട് 2 നമ്മുടെ അടവി എന്ന സുന്ദരി എന്നുള്ളൊരു എക്സ്പ്ലോർ ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പാർട്ട് 1 കണ്ടിട്ടുണ്ടായിരിക്കണം. അപ്പോൾ പാർട്ട് 1 നമ്മൾ ആരണ്യക്കം എക്കോ കഫേയിലാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും നമ്മൾ കുട്ടവഞ്ചി അഥവാ അടവിയിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്രയിൽ ആദ്യം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഡൗട്ടൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ കോന്നിയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഫാമിലി ട്രിപ്പാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ പാർട്ട് 1 ഒന്ന് കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരിക. നമ്മൾ അടവി ഇക്കോ ടൂറിസത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യുന്ന ഭാഗം കൂടിയാണ് അടവി. ഒരുപാട് സവിശേഷതകളുള്ള ഒരു പ്രദേശമാണ് കോന്നി. അപ്പോൾ കോന്നിയിലെ ഈ യാത്രയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ കുറേ എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ കോന്നിയിലെ കല്ലാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് നമ്മുടെ ഈ അടവി എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ആകർഷിക്കുന്ന ഈ കല്ലാർ നദിയുടെ തീരത്തൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് കോറക്കൽ റൈഡിങ്, ബാംബു ഹഡുകൾ, ഇതൊക്കെ ഉണ്ട് ഇവിടെ. കോന്നിയുടെ ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ അടവി ഇക്കോ ടൂറിസം. അപ്പോൾ വളരെ മനോഹരമായ പ്രദേശമാണ് കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഞങ്ങൾക്ക് ഒരു ദിവസം 1 ഡേ ട്രിപ്പ് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണിത്. നമ്മളിതാ അടവിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മളിതാ അതിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇതാണ് ഇക്കോ ടൂറിസത്തിൻ്റെ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ കാർ പാർക്കിംഗ് ചെയ്തിട്ട് നമ്മൾ കുട്ടവഞ്ചിയിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ പറയാം. നമ്മളിപ്പം വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്നു. അതിൻ്റെ പാർക്കിംഗ് സ്ഥലമാണ്. നമ്മൾ പിന്നീട് ടിക്കറ്റ് എടുത്തു. അപ്പോൾ 2 കുട്ടയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഒരു കുട്ടവഞ്ചിക്ക് നമ്മൾ 4 പേരാണ് ഉണ്ടായിരിക്കേണ്ടത്. 4 പേർക്ക് ഉണ്ടാവുന്ന പ്രൈസ് എന്ന് പറയുന്നത് 600 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഒരു കുട്ടയ്ക്ക് 600 രൂപയാണ് ഇപ്പോഴത്തെ ചാർജ്. പണ്ട് 400 രൂപയാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാത്തിനും വിലകളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 600 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ടിക്കറ്റൊക്കെ എടുത്തു താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. കുട്ടികൾക്കാണെങ്കിലും കളിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഭയങ്കര ഇതാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കര രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അങ്ങോട്ട് പോയിരിക്കുകയാണ്. കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ടൊക്കെ പോവുകയാണെങ്കിലും നല്ല രസമാണ് കേട്ടോ. അവർക്ക് ഭയങ്കരമായിട്ട് ഓടാനും ചാടാനും കളിക്കാനും ഒക്കെ ഫ്രീ ആയിട്ടൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഈ വനത്തിലൂടെ ആണല്ലോ ഈ കല്ലാർ നദി ഒഴുകുന്നത്. അപ്പോൾ അതിലൂടെ ഈ കല്ലാർ നദിയിലൂടെ ഈ കൊട്ടവഞ്ചിയിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടുത്തെ രാത്രിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഭയങ്കരമായിട്ടും നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ട്രീ ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ. രാത്രി തങ്ങാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഏർപ്പാടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ കോന്നി റേഞ്ച് ഓഫീസും കോന്നി ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഒക്കെ കീഴിലാണ് ഈ ഒരു പ്രദേശം വരുന്നത്. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ടിക്കറ്റിൻ്റെ പാസ്സൊക്കെ കാണിച്ചിട്ട് നമുക്ക് ജാക്കറ്റൊക്കെ തരും നമുക്ക്. അപ്പോൾ അവർ കുട്ടയൊക്കെ അറേഞ്ച് ചെയ്ത് 4 പേര് വെച്ചിട്ടാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് നമ്മൾ കയറ്റുന്നത്. 3 പേരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു കൊട്ടവഞ്ചിയിൽ 4 പേര് തന്നെ വേണമെന്നില്ല. 3 പേരേ ഉള്ളെങ്കിൽ 3 പേർക്ക് കയറാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ഞാനും ജാക്കറ്റൊക്കെ ധരിച്ചു. അപ്പോൾ അതാ നമ്മൾ കയറാനുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ എല്ലാവരും കുഞ്ഞു മക്കൾക്കും എല്ലാവർക്കും നല്ല സേഫായിട്ടുള്ള ലൈഫ് ജാക്കറ്റൊക്കെ തന്നിട്ടാണ് നമ്മളെ കയറ്റുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, എല്ലാം സേഫാണ്. ഇവിടെ വരുന്നതിന് നല്ലൊരു സീസൺ മൺസൂൺ സീസൺ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം ആ സമയത്ത് കല്ലാർ നദിയിലൊക്കെ ഭയങ്കരമായിട്ടും വെള്ളം നല്ല തെളിഞ്ഞ് നിൽക്കും. പിന്നെ പച്ചപ്പൊക്കെ നന്നായിട്ട് ഉള്ള സമയം കൂടിയാണ്. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ നല്ല രസമാണ്. മൺസൂൺ സീസണാണ് ഏറ്റവും ബെസ്റ്റ്. ഈ ഒരു യാത്രയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം മൺസൂണാണ് കേട്ടോ. കല്ലാറിൽ മുണ്ടോമുഴി മുതൽ ഇരട്ടയാർ വരെ 4 കിലോമീറ്റർ ആണ് കേട്ടോ ഈ കുട്ടവഞ്ചിയിലുള്ള സാഹസിക യാത്ര ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ 8 പേര് 2 കുട്ടവഞ്ചിയിലായിട്ടാണ് കേട്ടോ യാത്ര തിരിച്ചിരിക്കുന്നത്. അപ്പം 4 പേര് വെച്ചിട്ടാണ് ഓരോ കുട്ടയിലും ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അതിനു മുമ്പ് പറയാനുള്ളതെന്ന് വെച്ചാൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് കേട്ടോ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് തുഴയാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഈ പ്രദേശത്ത് തന്നെയുള്ള ആളുകളെ തന്നെയാണ് ഇതിൻ്റെ തുഴച്ചിൽ പരിശീലിപ്പിച്ചതും. ഇതൊക്കെ തമിഴ്നാട്ടിലെ ഹൊഗൈനക്കൽ വെള്ളച്ചാട്ടത്തിനടുത്ത് നിന്നുള്ള വിദഗ്ധരാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ യാത്രയ്ക്ക് വേണ്ടിയുള്ള കുട്ട നിർമ്മാണവും അവർ തന്നെയാണ്. ഭയങ്കരമായ ഫീലിങ്സ് ആണ് കേട്ടോ നമ്മുടെ ഈ കുട്ടവഞ്ചിയിൽ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ഈ ഒരു വനപ്രദേശവും കൂടി ആയത് കാരണം 2 സൈഡിൽ നിന്നും കാടിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു കിളികളുടെ സൗണ്ടും അതുപോലെ തന്നെ കാട്ടിലൂടെ നമ്മൾ എങ്ങനെയാണ് കാട്ടിൻ്റെ നടുവിലൂടെ യാത്ര ചെയ്യുന്ന അതേ ഫീലിങ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ പുഴയിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ 2 സൈഡിലായിട്ട് നമ്മുടെ ഈ ഒരു വനമാണല്ലോ. അപ്പോൾ ഇവിടുത്തെ സസ്യങ്ങൾക്ക് ഭയങ്കര ഔഷധ ഗുണമുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളത്തിനും അതിൻ്റേതായിട്ടുള്ള ഔഷധ ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ നല്ല തണുത്ത കാലാവസ്ഥയാണ് കേട്ടോ. എന്ത് ചൂടാണെങ്കിലും നമുക്ക് ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് നമുക്ക് നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു വെള്ളത്തിനും ഗുണങ്ങളുണ്ട്, അതുപോലെ നല്ല തണുപ്പുണ്ട്, അങ്ങനെ ഭയങ്കര രസമാണ്. വനത്തിൽ നിന്നും വളർന്നു നിൽക്കുന്ന പുഴയിലേക്ക് വളർന്നു നിൽക്കുന്ന ഈ മരങ്ങളൊന്നും നമ്മുടെ യാത്രയ്ക്ക് ഒരു തടസ്സവും അല്ല. അതിലൂടെയൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കേരളത്തിലെ ആദ്യത്തെ കുട്ടവഞ്ചി സവാരി എന്ന് പറയുന്നത് നമ്മുടെ കോന്നിയിലെ ഈ ഒരു അടവിയിൽ തന്നെയാണ് കേട്ടോ. കടുത്ത വേനൽക്കാലമായാൽ മാത്രമാണ് ഈ ഒരു അടവി ഇക്കോ ടൂറിസം കുറച്ച് അടച്ചിടുന്നത് കേട്ടോ. ബാക്കി ഒക്കെ നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണിത്. ജലനിരപ്പ് ആവശ്യത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കുട്ടസവാരി ഇവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. തമിഴ്നാട്ടിലെ ഹോഗനക്കിൽ നിന്ന് പുതിയ തരം 27 കുട്ടവഞ്ചികളാണ് കേട്ടോ വനംവകുപ്പ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു കുട്ടവഞ്ചിയിലെ യാത്രയിൽ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് തരുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു കറക്കം കേട്ടോ. ഈ ഒരു കുട്ടവഞ്ചിയിലെ ഉള്ള ഇവരുടെ ഈ ഒരു പ്രകടനം അതിഭയങ്കരമാണ്, രസമാണ്, എൻജോയ് ചെയ്യാൻ പറ്റിയതാണ്. ഒരിക്കലെങ്കിലും നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുമാണ്. ഇപ്പോൾ കോന്നിയിലെ ഈ അതിമനോഹരമായ സാഹസിക യാത്ര നമ്മുടെ നിബിഡ വനങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന ഈ ഒരു പുഴയിലൂടെ കുട്ടവഞ്ചി തുഴഞ്ഞു പോകാനും സംഗീതം ആസ്വദിച്ച് നല്ല കാടിൻ്റെ സംഗീതം ആസ്വദിച്ച് നല്ല രീതിയിൽ ഒരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, പക്ഷികളുടെ ചിലമ്പുകളൊക്കെ കേട്ട് അതിമനോഹരമായ ഒരു യാത്ര എൻജോയ് ചെയ്യാൻ തയ്യാറാകുന്നവർക്ക് നമ്മുടെ ഈ ഒരു അടവിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കല്ലാറിൻ്റെ അച്ചൻകോവിൽ നദിയുടെ കൈവഴിയായ കല്ലാറിൻ്റെ തീരത്തെ ഒരു അതിമനോഹരമായ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. പാർട്ട് 3യിൽ അതിസാഹസികമായ ഒരു യാത്രയും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത യാത്രയിൽ നമുക്ക് കാണാം. അപ്പോൾ കീപ് ഫോർ വാച്ചിങ്. താങ്ക് യു.